ശ്രീ പ്രശാന്ത്, കേരളത്തിലെ കോൺഗ്രസ്സുകാർ അല്പം അങ്കലാപ്പിലാണ്. കാരണം 2026 അവർ ഏറെ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. പക്ഷെ കേരളത്തിൽ BJPയുടെ ഒരു വളർച്ചയാണ് അവരെ കൂടുതൽ അങ്കലാപ്പിൽ എത്തിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ ആയാലും കൊടിക്കുന്നിൽ സുരേഷ് ആയാലും പറയുന്നുണ്ട്, കേരളത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കാരണം BJP ആ സ്പേസിലേക്ക് കയറി വരുന്നു എന്നുള്ള ഒരു ഭയാശങ്കകൾ ഇവരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ 26 അധികാരം ഒരുപക്ഷെ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മൂന്നാമതും പോകേണ്ടി വരുമോ എന്നുള്ള കോൺഗ്രസിൻ്റെ ഒരു ആധിയല്ലേ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് കഴിഞ്ഞ ദിവസം കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിലെ കാര്യം പറഞ്ഞു. കാരണം കേരളത്തിലെ കാര്യമല്ല, അവർ ഇപ്പോഴത്തെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ത്യയിലുടനീളം ഈ പറയുന്നത് പോലെ ലോക്സഭാ ഇലക്ഷന് ശേഷം ഒരു പ്രതീക്ഷയൊക്കെ വെച്ച് മുന്നോട്ട് വരികയും അതിനുശേഷം നമ്മുടെ ഹരിയാന തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു വ്യത്യാസവുമില്ല. വീണ്ടും കോൺഗ്രസ് താഴോട്ട് തന്നെയാണെന്ന് നേതാക്കന്മാർക്ക് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. അതിനകത്ത് അവരെ രാഹുൽ ഗാന്ധി എന്ന ആളിൽ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിൻ്റെ നിവൃത്തികേട് കൊണ്ട് രാഹുൽ ഗാന്ധിയെ നേതാവായിട്ട് വെക്കേണ്ട ഒരവസ്ഥ. കാരണം കോൺഗ്രസിനകത്ത് നെഹ്റു കുടുംബത്തിൻ്റെ സ്വാധീനമാണല്ലോ തുടക്കം മുതൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന സമയം വരെ. അപ്പോൾ അതിനകത്ത് കോൺഗ്രസ്സായിട്ട് നിൽക്കണമെങ്കിൽ അവരാര് നേതാവിനെ ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ആര് നേതാവ് ഉണ്ടാകുന്നു അയാളെ അംഗീകരിച്ച് പോകുക എന്നുള്ളൂ. പിന്നെ അതിനകത്ത് ആ നേതാവ് പൊട്ടനായാലും ചട്ടനായാലും വട്ടനായാലും അത് അംഗീകരിക്കുക, അത് വെച്ചുകൊണ്ട് വേറെ സംവിധാനങ്ങൾ ഉരുത്തിരിക്കുക എന്നുള്ളതേ ഉള്ള അതിൻ്റെ മാർഗം. അപ്പം ഇവരിപ്പം നോക്കുമ്പോൾ ഇതിനകത്ത് ഇതുവരെ ഈ പറഞ്ഞ ഒച്ചഴിഞ്ഞ അക്ഷരമാകുന്നത് പോലെ പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങ് സംഭവിക്കും എന്ന് വിചാരിച്ച് 2024 അതിനൊരു പ്രതീക്ഷയും കിട്ടി. കാരണം ലോക്സഭയിൽ ഈ പറഞ്ഞതുപോലെ 50-ൽ നിന്ന് ആരുടെയെങ്കിലുമൊക്കെ കൂടെ നിന്നായാലും 100 അല്ല 99 ആവുകയും, അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് മൂന്നാമത് BJPക്ക് പ്രതീക്ഷ അത്ര വളർച്ച ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് അങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ BJP ഉണരാൻ തുടങ്ങിയപ്പോഴത്തേന് അടിപതർന്ന ഒരു രീതിയിലേക്കാണ് കാണുന്നത്. കാരണം BJPക്ക് അകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ BJPയെ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട RSS എന്ന് പറയുന്ന ആൾക്കാർ BJPയും കൂടെ ഒരുമിച്ച് നീങ്ങാൻ തുടങ്ങിയപ്പോഴത്തേന് കോൺഗ്രസ് വീണ്ടും അടിപതറി തുടങ്ങി. അതിപ്പോൾ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടുകൂടി ക്ലീൻ സ്വീപ്പായി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഈ മൊത്തത്തിലുള്ള ഇലക്ഷൻ ഒന്നും വേണ്ട, അതൊരു വല്ലാത്ത സിഗ്നൽ തന്നെ. ഇനിയിപ്പോൾ ഡൽഹി ഇലക്ഷൻ വരും. ഡൽഹിയിലാണെങ്കിൽ ആം ആദ്മി പറഞ്ഞു കഴിഞ്ഞു ഇയാളെ വേണ്ട. അങ്ങനെയൊക്കെ ഒരു ദേശീയ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി എടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ സാറിന് ആലോചിച്ച് നോക്കി. വെറും ഒരു പ്രാദേശിക പാർട്ടി 10 കൊല്ലം മാത്രം പാരമ്പര്യമുള്ള പാർട്ടി 140 കൊല്ലം 140ാമത് ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി എടുത്ത് ഇയാളെ വേണ്ട ഇത് ഇന്ത്യ മുന്നണിയിൽ നിന്നും അടിച്ച് വെളി കളഞ്ഞാലേ ഗുണം പിടിക്കുക. സാറിൻ്റെ അടുത്ത് പറയാം ഇയാൾ ഇറങ്ങിപ്പോകും, ഇയാൾ ഈ വീടിന് ഗുണം അല്ലെന്ന് പറയുന്ന പോലെയല്ലേ പറഞ്ഞേ. ഇന്ത്യ മുന്നണിയിൽ നിന്ന് ഇയാൾ ഇറക്കിക്കളഞ്ഞാലേ ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ അതേ രീതിയിൽ പറയാൻ തുടങ്ങുകയും അത് ഏറ്റെടുക്കാൻ മമതാ ബാനർജി വളരെ കാലം മുമ്പേ അത് പറഞ്ഞു. ശരത് പവാർ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് സാർ. കാരണം ഈ പാർട്ടിയെ അംഗീകരിച്ച് കാലാകാലങ്ങളായിട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ മാറി നിന്നാൽ ഞങ്ങളിത് കൊണ്ടുപോയിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾക്കിതിന് കഴിയുമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങുന്ന ഒരവസ്ഥയിലാണ് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനിയില്ല. ഏറ്റവും അവസാനം ഒരു നേതാവിനെ കൂടെ രാഹുൽ ഗാന്ധി കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ ഒരു നേതാവ് കൂടി ആവട്ടെ എന്നുകൊണ്ട് നെഹ്റുവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോസ്റ്റാറ്റിനെ കൊണ്ടുപോയി ജയിപ്പിച്ചു. അത് ലോകസഭ വന്നപ്പോഴും അതിനപ്പുറം പറഞ്ഞപ്പോഴും രാഹുൽ ഗാന്ധി ഒന്നും അവരുടെ മുമ്പിൽ ഒന്നുമല്ല. വിഡിത്തത്തിൻ്റെ കാര്യത്തിൽ തെളിയിച്ചു കഴിഞ്ഞല്ലോ. ആദ്യത്തെ തന്നെ പ്രസംഗത്തിൽ തന്നെ ഞാനൊരു പരമ്പര വിഡ്ഢിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ. അതിനുശേഷം അവർ കാണിച്ച ഗോഷ്ഠികൾ, അതായത് ലോകസഭയിൽ വന്ന ആദ്യത്തെ ദിവസം കേരളത്തിനെ ഉണർത്തുന്ന സാരി, കേരളത്തിനോട് കൂറു പുലർത്തുന്നതിന് സാരി ഉടുത്തിട്ട് കാര്യമൊന്നുമില്ല. അതിനുശേഷം ഒരു ദിവസം വന്നപ്പോൾ അഫ്ഗാനെ അനുകൂലിക്കുന്ന ബായിക, അതിനുശേഷം ബംഗ്ലാദേശിനെ അനുകൂലിക്കുന്നത്. അതായത് ശരിക്കും ഒരു വിഡ്ഢിയാണെന്നുള്ള കാര്യം സ്വയം
തെളിയിച്ചു കഴിഞ്ഞു. അപ്പം അവർക്ക് പ്രതീക്ഷ അറ്റു. അപ്പോൾ ഇനിയും കണ്ടുപിടിക്കുന്ന ഈ പ്രതീക്ഷയറ്റ കോൺഗ്രസിൻ്റെ നിവൃത്തി എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെ മാറ്റി നിർത്തി വേറെ നേതാവിനെ തീരുമാനിക്കാനുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ആർക്ക് തീരുമാനിക്കാൻ പറ്റും? അങ്ങനത്തെ സംഘടന സംവിധാനം ഉണ്ടോ? ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വന്ന കാലം തൊട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ നെഹ്റു അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് പോയിരുന്നു. അന്ന് പക്ഷേ നേതാക്കന്മാർ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നു. അന്ന് കുറച്ചെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ആലോചന ഉണ്ടായിരുന്നു. എന്നാലും നെഹ്റു നിർബന്ധം പിടിക്കുമ്പോൾ നെഹ്റുവിൻ്റെ പരിധിക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ അന്നേരം നെഹ്റു ആദ്യം പ്രധാനമന്ത്രി ആവുന്നത് തന്നെ. ഭൂരിപക്ഷം ഉണ്ടായിട്ട് പ്രധാനമന്ത്രിയായ ഒരു പ്രധാനമന്ത്രി അല്ല ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു. അന്ന് എനിക്ക് തോന്നുന്നു മറ്റേ അദ്ദേഹത്തിനായിരുന്നല്ലോ ഈ വോട്ട് ചെയ്തപ്പം വോട്ടിങ്ങിനിട്ടപ്പം ഈ ഉരുക്ക് മനുഷ്യനായിരുന്നല്ലോ ഭൂരിപക്ഷം. അപ്പം ഗാന്ധി എടുത്ത് പറഞ്ഞു എനിക്ക് ആ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഗാന്ധി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മാറിയിരിക്കാൻ പറഞ്ഞ് മാറിയെന്ന് വന്നത്. അപ്പം അന്നേ ഇവരുടെ ഒരു ശാഠ്യം പിടുത്തം, ജനാധിപത്യ സംവിധാനം ഇല്ല. പക്ഷേ ഇന്ദിരാഗാന്ധി വന്നപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി സാറേ. അവർ പ്രധാനമന്ത്രിയായിട്ട് വന്നപ്പോൾ അവരാദ്യമേ ചെയ്തെന്ന് പറഞ്ഞാൽ AICC പ്രസിഡന്റ് സ്ഥാനം അവരുടെ കയ്യിൽ വെച്ചു. പിന്നെ അവരുടെ പരിധിക്കല്ലാത്ത നേതാക്കന്മാരെ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാണ് രാഷ്ട്രീയം എന്ന് കണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ സോണിയാഗാന്ധി ഏറ്റെടുത്തപ്പോഴും അല്ലെങ്കിൽ ബാക്കി പലരും ഏറ്റെടുത്തപ്പോഴും അവർക്ക് പരിധിക്കില്ലാത്തവരെ ഇല്ല. പ്രക്രുസ്റ്റസിൻ്റെ കവിത പോലെ അവർക്ക് കൈക്ക് നീളമുണ്ട് കൈ മുറിച്ചുകളയും, കാലിന് നീളമുണ്ട് കാല് മുറിച്ചുകളയും. അവർക്ക് ഗോപ്യമില്ലാത്ത നേതാക്കന്മാരെ മൊത്തം കളഞ്ഞു. അങ്ങനെ പരമ്പരാഗതമായിട്ട് കളഞ്ഞിട്ടുള്ള നേതാക്കന്മാരായി ഈ പറയുന്ന ഓരോ സംസ്ഥാനങ്ങളിൽ ഇപ്പം ചെറിയ ചെറിയ പാർട്ടികൾ ഉണ്ടാക്കി ഭരിക്കുന്നത്. ഈ കേരളത്തിൽ BJP ചില കാര്യങ്ങളൊക്കെ ഒരു ചിട്ടവട്ടം വരുത്തുകയാണ്. അപ്പോൾ അതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്പം ഹാലിളക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അവർ ഒരു ജില്ലയ്ക്ക് 30 ജില്ലകളായിട്ട് തിരിക്കുകയാണ്. വലിയ ജില്ലകൾക്ക് 3 പ്രസിഡന്റുമാർ, അതുപോലെ തന്നെ 60 നിയമസഭാ മണ്ഡലങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടും BJPയുടെ ആഹ്വാനമുണ്ട്. അതൊക്കെയാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത് സംഘടനാ തെരഞ്ഞെടുപ്പെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകണം, അല്ലെങ്കിൽ സംഘടനയെ ശക്തിപ്പെടുത്തണമെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. KC വേണുഗോപാൽ ഇത് ആലങ്കാരികമായിട്ട് പറയുമ്പോഴും വളരെ കാലം മുമ്പേ അല്ലെങ്കിൽ നശിച്ചു പോയ ഒരു സംഘടനാ സംവിധാനം. കാരണം ഏറ്റവും പ്രതാപകാലത്ത് ആ സംഘടന അതിൻ്റെ രീതിയിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് മൊത്തത്തിൽ ദേശീയതലത്തിൽ പൊളിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായിട്ടിരുന്ന സമയത്ത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വ്യക്തി താല്പര്യമുണ്ടല്ലോ, അവരുടെ കയ്യിൽ തന്നെ ഇരിക്കാൻ വേണ്ടി അവരുടെ ആശ്രിതരെ വെച്ചിട്ട് സംഘടന പൊളിഞ്ഞു ഒരു പരുവത്തിലായി. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്ട്രക്ചറാണ് ഇപ്പോഴും കാണുന്നത്. ഇപ്പോഴും അവർ അതിനകത്തൊന്നും മാറാൻ തയ്യാറല്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ നോക്കുമ്പോൾ VD സതീശൻ വരുമ്പോൾ VD സതീശൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തിന് താല്പര്യമുള്ളവരെ വെക്കും. അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സംസ്ഥാനത്തുടനീളം വെച്ച് ഈ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും അല്ലെങ്കിൽ പാർട്ടിക്ക് ശരിയായിട്ട് കൃത്യമായിട്ടുള്ള നേതാക്കന്മാരെ പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും പാർട്ടി നശിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇനി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തണം. സംഘടനാ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്താൻ പറ്റുന്നു? എത്ര കാലം കൊണ്ട് കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും? സംഘടനാ തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ ഈ ഗ്രൂപ്പുകളെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ വീണ്ടും അത് തടയുകയാണ്. ഒരിക്കലും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഇതിനകത്തൊരു മാർഗമെന്തോ ചോദിക്കുമ്പോൾ മാർഗം പറച്ചിലേ നടക്കത്തുള്ളൂ. തുടങ്ങാനോ അതെങ്കിൽ അത് നല്ലതുപോലെ പൂർത്തീകരിക്കാനോ ഉള്ള സംവിധാനം ഇന്ന് കോൺഗ്രസിനകത്തില്ല. എത്ര ശരിയാക്കാമെന്ന് പറഞ്ഞാൽ ജോഡോ യാത്ര നടത്തിയില്ലേ, അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ് വല്ലതും ഉണ്ടോ? അല്ലെങ്കിൽ വേറെ പല രീതിയിലും പ്രശാന്ത് കിഷോർ വന്നല്ലോ, അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറഞ്ഞു. എന്താ കുഴപ്പമൊന്നും ഏതെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അപ്പോൾ എപ്പോഴും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് താല്പര്യക്കാർ ഇപ്പോൾ തന്നെ KC വേണുഗോപാൽ അവിടുന്ന് കാര്യം പറയുന്ന ആരുടെ താല്പര്യം? രാഹുൽ ഗാന്ധിയുടെ താല്പര്യം. അയാൾക്ക് അതിന് യോഗ്യതയുണ്ടോ? അപ്പം മേളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യക്കാരനെ വെച്ചേക്കാൻ അതിന് യോഗ്യതയുണ്ടോ? അപ്പോൾ ഈ യോഗ്യതയുള്ളവൻ അവിടെ ഇരുന്നാൽ ഒരു പക്ഷേ ഇതിനെക്കാട്ടി നല്ലപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലേ? അപ്പോൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും കോൺഗ്രസ് ശരി. അതേസമയം BJP അങ്ങനെയല്ല സാറേ. BJPയുടെ നമ്മളെപ്പോഴും പറയുമ്പം BJPയുടെ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ വേറെ രീതിയാണ്. അവരിപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പാളിച്ചകൾ പറ്റിയപ്പോൾ അതിനകത്ത് RSS ഇടപെട്ടു. ഹരിയാനയിൽ RSS ഇടപെട്ടു. ഹരിയാനയിൽ ഈ അധികാരം കൃത്യമായിട്ട് ഏത് പാർട്ടിക്ക് വന്നുകൊണ്ടിരുന്നാലും അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ. അതിന് പ്രശ്നമുള്ളവനെല്ലാം നേരത്തെ ഇലക്ഷൻ കഴിഞ്ഞായിരുന്നു പുറത്താക്കി. ഇലക്ഷൻ മുമ്പേ പുറത്താക്കി. കണ്ടായിരുന്നു? എന്തോ പറ്റി? ഒന്നും പറ്റിയില്ലല്ലോ. മഹാരാഷ്ട്രയിൽ തന്നെ സീറ്റ് തരത്തില്ല, അപ്പോൾ ഞാൻ നിൽക്കും, മത്സരിച്ചു, പുറത്താക്കി പാർട്ടി. അവിടെ ഇതെന്ന് പറഞ്ഞാൽ ആദ്യ സംഘടന, പിന്നെ MLA അല്ലേ. അപ്പം സംഘടന അവിടെ നിൽക്കും. ഇപ്പം തന്നെ നമ്മൾ എന്തോ പറഞ്ഞാലും CPM നടത്തുന്ന പരിപാടിക്കാരുണ്ട്. അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ തമ്മിൽത്തലുണ്ട്. പക്ഷേ അവിടെ സംഘടന സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ബ്രാഞ്ച് തൊട്ട് സമ്മേളനം നടത്തി മേളയേറ്റം പോകും. അതിനകത്ത് പ്രശ്നമുള്ള കുറേ പേരെ അവർ ഒതുക്കും. സുരേഷ് ഗോപിയും അതിനകത്ത് ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു. ഈ നമ്മൾ വോട്ട് വിഹിതം ഓരോ സമയം വർദ്ധിപ്പിക്കുക എന്ന് മാത്രമല്ല
കരുതേണ്ടത് ജയിക്കണം. പിന്നെ അതുപോലെ പാർട്ടി കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങളായി മാറണം എന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല പാർട്ടിക്ക് ജനവുമായിട്ട് ബന്ധം വരത്തുള്ളൂ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ തന്നെ പല പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിനെക്കുറിച്ച് പലർക്കും സംശയമുണ്ട്. ഇതെങ്ങനെ, എവിടെ സമീപിക്കണം, ആരെ സമീപിക്കണം എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിലൊക്കെ കൃത്യമായ ധാരണ ഉണ്ടാക്കി കൊടുക്കാൻ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിനകത്ത് വലിയൊരു കാര്യം, വടക്കേ ഇന്ത്യയിൽ RSS പറയുന്നിടത്ത് അവിടുത്തെ വോട്ട് നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പാസ്റ്റർമാരുണ്ടല്ലോ, പണ്ട് വീട്ടിൽ കയറി പ്രാർത്ഥിക്കുന്നേ, അതാ അവരുടെ ജോലി. അവിടെ വീട്ടിൽ കയറി പ്രാർത്ഥിക്കുന്ന ജോലിയല്ല. ഈ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ വീട്ടിൽ പ്രധാനമന്ത്രിയുടെ ഏത് കാര്യമാണ് വേണ്ടത് അത് അവരവിടെ കൊണ്ടുവന്ന് ഫോം പൂരിപ്പിച്ച് ഫില്ലപ്പ് ചെയ്ത് അവരവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. എന്നിട്ട് കാര്യം പറയും. എന്നിട്ട് ഓരോ വീടുകൾക്കും ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ അകത്ത് ആനുകൂല്യങ്ങൾ ആരൊക്കെ അതിന് അർഹരാണെന്ന് വെച്ചാൽ അവരുടെ കണ്ടെത്തി ആ വീടുകളിൽ എത്തിക്കുക. അതുകൊണ്ടാണ് നിയന്ത്രിക്കാൻ പറ്റുന്നേ, അല്ല വേറെ കാര്യമൊന്നും. വടക്കേൻ്റെ അപ്പോൾ RSS പറയുന്നിടത്ത് വോട്ട് വരുന്നതിൻ്റെ കാര്യം, RSS മാറിയിരിക്കുമ്പോൾ കിട്ടാത്തതിൻ്റെ കാര്യം ഇതാ അവരുടെ പണി. നമ്മൾ ഇവിടുത്തെ കേരള മാധ്യമങ്ങൾ പറയുന്ന പോലെ ശൂലം എടുത്തുകൊണ്ട് ഇറങ്ങി നടക്കുന്നൊന്നും RSSൻ്റെ പണിയല്ല. അതിന് ബജറംഗകളുണ്ട്, അല്ലെങ്കിൽ വേറെ ചില ഇതൊക്കെ ഉണ്ട് അവരുടെ. ഇവരുടെ പേരിൽ ഈ ബില്ല് പാസ്സാകുന്നുള്ളൂ. ഇവിടെ മൊത്തത്തിൽ പറയുമ്പോൾ RSS ഒന്നും അതിനുള്ള പണിയല്ല. അപ്പം അതേ രീതിയിൽ കേരളത്തിൽ ചെയ്യുന്നില്ല. സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിലെ കാര്യത്തിൽ ശരിയാണ്. അപ്പം ബാക്കിയുള്ളത്തെ ഈ സംഘടനാ സെറ്റ് BJPയുടെ ഭയങ്കര ശക്തമാണ്. നമ്മൾ പറഞ്ഞു വന്ന പോലെ അവർ ആദ്യ സംഘടനയാണ്. ഇത് ബാക്കി അതിനകത്ത് കുറച്ചെങ്കിലും ശ്രദ്ധിക്കാൻ കേരളത്തിലെങ്കിലും ശ്രദ്ധിക്കുന്നതും കുറച്ചൊക്കെ വെച്ച് വളർത്തുന്നതും CPM ഉണ്ട്. അപ്പോൾ ഈ സംഘടനാ സംവിധാനം വളരെ കൃത്യമായിട്ട് നിന്നാൽ ആ പാർട്ടി ഉപയോഗിക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന പോലെ പാർട്ടിയെ നയിക്കാൻ പറ്റത്തുള്ളൂ. പണ്ടത്തെ കൂട്ട് കോൺഗ്രസിനെ നല്ല ഒരു പാർട്ടിക്കും ജനകീയമായിട്ടുള്ള ഒരാളിനെ നോക്കി വോട്ട് ചെയ്യേണ്ട ആൾക്കാരൊന്നും പാർട്ടിക്കകത്തില്ല. അത് ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിയോട് കൂടി ചേർന്നു. വേറെ സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിട്ട് കോൺഗ്രസിന് മൊത്തം വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ ഏത് ജനകീയ മുഖമുണ്ട്? CPMന് ഏതുണ്ട്? BJPക്ക് ഏതുണ്ട്? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ പ്രദേശത്തും ആ പാർട്ടിയുടെ ഭാഗമായിട്ട് പാർട്ടിയുടെ ഐഡിയോളജി പാർട്ടിക്ക് ഈ സാർ പറഞ്ഞ പോലെ ജനകീയ മുഖം ഉണ്ടാക്കുക. BJPക്കാരൻ അവൻ ജയിച്ചു കിട്ടും നമുക്ക് ഗുണമുള്ള ആളാണ്, അല്ലെ CPMകാരൻ അവൻ ജയിച്ചു കിട്ടും നമുക്ക് ഗുണമുള്ള ആൾ, കോൺഗ്രസ്സുകാരൻ ജയിച്ചു കിട്ടും. അപ്പോൾ അതേ രീതി പാർട്ടി പ്രവർത്തിച്ച് നോക്കുക. അതിന് പാർട്ടി സംവിധാനം ഉണ്ടാവും. ഇത് സ്വന്തക്കാരെ വെച്ചുകൊണ്ടിരുന്ന പാർട്ടി സംവിധാനം ഉണ്ടാകുന്നെങ്കിൽ അപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് അവിടെ നിന്ന് ഈ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടാ, അതുപോലെ പൊളിഞ്ഞുപോയി. അപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടാ. ഈ പറഞ്ഞതുപോലെ അവർ നേരത്തെ ഇതുവരെ അവലംബിച്ചുകൊണ്ടിരുന്ന ഒരു ജനകീയ മുഖമുള്ള നേതാവെന്ന് പറഞ്ഞ ആൾക്കാരെ അവതരിപ്പിച്ച് കൊണ്ടുവന്ന് കയറ്റിക്കൊണ്ട് വരാൻ നോക്കുന്നു. അതിന് ഏറ്റവും അവസാനം കൊണ്ടുവന്ന പ്രിയങ്ക ഗാന്ധി അവർ തന്നെ പൊളിച്ച് കൈ കൊടുത്തു. ഇനി അത് റീഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രവുമല്ല, ഏറ്റെടുക്കുന്നത് ആരെങ്കിലും പറഞ്ഞ് മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. മുദ്രാവാക്യങ്ങൾ എങ്ങനെ ഏറ്റെടുക്കണമെന്ന് അറിയത്തില്ല. ഡീപ് സ്റ്റേറ്റിൻ്റെ മുദ്രാവാക്യം കൊണ്ട് രാഹുൽ ഗാന്ധി വരുന്നു. ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലായിടത്തും അവർ പറയുന്ന ഒരു കാര്യമാണ്, ജനാധിപത്യമില്ല. അടിസ്ഥാനപരമായിട്ട് പറയും. ഈ ഇന്ത്യ മാത്രമല്ല ഈ ഡീപ് സ്റ്റേറ്റ് പല രാജ്യങ്ങളിലും പറയും. അപ്പോൾ പോട്ടെ, ട്രംപിനെതിരെ അവിടെ അമേരിക്ക പറയുന്നു ഇപ്പോൾ ജനാധിപത്യ രീതി ജയിച്ചിട്ട് പറയാം ജനാധിപത്യം തീർന്നു. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞ ജനാധിപത്യമില്ല, അതുപോലെ ഭരണഘടന മോശമാണെന്ന് പറഞ്ഞു. ഭരണഘടന ഇങ്ങനെ ഇത് എടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ കയറാൻ അവർ പറഞ്ഞില്ലല്ലോ. അതിനെന്തോ ഇപ്പോൾ അവർ ഇത് എടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ കയറി. ഭരണഘടനയ്ക്കകത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഭരണഘടന എന്തുവാന്നുള്ള കാര്യം 75 കൊല്ലത്തിന് ശേഷം അറിയാൻ വയ്യാത്തവരെ കൊണ്ട് അറിയിച്ചു കൊടുക്കുകയും ഈ ഭരണഘടനയ്ക്കകത്ത് ഈ പറഞ്ഞ ജനാധിപത്യ സംവിധാനം ഇല്ലായ്മ ചെയ്ത് കോൺഗ്രസ് ആണെന്നും റെക്കോർഡുമായി ലോകം മൊത്തം അറിഞ്ഞു. അതിനെ മറയ്ക്കാൻ വേണ്ടി ചുമ്മാതെ അമിത്ഷാ പറഞ്ഞ കാര്യം അംബേദ്കറെ അവഹേളിച്ചെന്ന് പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് അവർ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. നാളെ കാലത്തെ അംബേദ്കറെ അവഹേളിച്ചു, ഞങ്ങൾ ഇന്ത്യ മൊത്തം പറയാൻ പോവാം, തീർന്നു. ഈ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ശത്രുഭാഗത്ത് നിൽക്കുന്നവന് ആയുധമാക്കുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ കുറേ കാലമായിട്ടുള്ള മുദ്രാവാക്യങ്ങളുടെ അവസ്ഥ. അതായത് ഏറ്റെടുക്കാനോ അത് എങ്ങനെ ഏറ്റെടുക്കണമെന്നോ അത് എങ്ങനെ കൊണ്ടുപോകണമെന്നോ അറിയാൻ പറ്റാതെ, അതായത് പാർട്ടി പാരമ്പര്യമുള്ള നേതാക്കന്മാരില്ലായ്മയാകുന്ന ഒരവസ്ഥ ആരെങ്കിലും അവതരിപ്പിച്ചിട്ട് അവരുടെ പുറയിൽ പാർട്ടി അണിനിരത്തുന്ന ഒരവസ്ഥ എത്ര കാലം നിർത്താൻ പറ്റുമെന്നുള്ള കാര്യം കോൺഗ്രസിന് ഇപ്പോൾ മനസ്സിലായി. അങ്ങനെ നിൽക്കത്തില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള നേതാവിൻ്റെ കീഴിൽ അല്ലെങ്കിൽ നേതാവാണെന്ന് അണികളിൽ കൂടി അംഗീകാരം വരുമ്പോഴേ അതിനകത്തൊരു കൂട്ടം വരുന്നത്. ഇപ്പോൾ ഈ പൊട്ടനെ പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വട്ടനെ പിടിച്ച് നിർത്തിയാൽ അത് തലയൊക്കെ ആയിട്ടും പക്ഷേ അവർ അംഗീകരിച്ചു കൊടുക്കും. അതാണിപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ. അപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥ ഈ പറഞ്ഞതിൽ ഇന്നില്ലെങ്കിൽ നാളെ ഇല്ല എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നുമില്ല നാളെയില്ല. BJPയുടെ മുമ്പിലൊന്നും കോൺഗ്രസ്സിന് അടുത്ത കാലത്തെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം BJPയെ നിയന്ത്രിക്കുന്ന RSS ആണ്. RSS എന്ന് പറയുന്നത് ഒരു 100 കൊല്ലം വളരെ പതുങ്ങിയിരുന്ന് അവരുടെ ഒരു കാര്യം അവരാഗ്രഹിക്കുന്ന പോലെ നടത്താൻ എത്ര കാലം വേണേലും വെയിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു സംഘടനയാണ്. നമ്മൾ ഈ പൂച്ച കണ്ടിട്ടില്ലേ, ഒരു എലിയെ മാളത്തിൽ ഓടിച്ച് കയറ്റിയിട്ട് ഒരു ദിവസം വേണേലും ഇരിക്കും അവിടെ. അതുപോലെയാണ് RSSൻ്റെ അജണ്ട പാസ്സാക്കാൻ RSS എത്ര ക്ഷമിക്കുന്നതിനും തയ്യാറാണ്.
അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഘടന നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി. ഇപ്പോൾ അവരുടെ അജണ്ട വേറൊരു പാർട്ടിയാണ് നടപ്പാക്കുക, ബി ജെ പിക്ക് അപ്പുറം വേറെ പാർട്ടി നടപ്പാക്കാൻ തയ്യാറാണെങ്കിൽ അവർ ബി ജെ പി കളയും, അതിൻ്റെ പുറകെ പോകും. അല്ലാതെ ആർ എസ് എസിന് പ്രത്യേകിച്ച് ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയില്ല. ബി ജെ പിയുടെ കൂടെ വയ്ക്കുന്ന പറഞ്ഞാൽ ഇതിനകത്തുള്ള ഈ സമാനതകളുള്ള നേതാക്കന്മാർ തന്നെയാണ് ബി ജെ പി കൊണ്ട് വന്നത്. അതുകൊണ്ട് അവർ പരസ്പരം പൂരകങ്ങളായിട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും വലിയ സംഘടനാ സെറ്റപ്പിനകത്ത് ഞങ്ങൾ പണ്ട് എൻ്റെ അച്ഛൻ ആന ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ചന്തിക്ക് താഴ്പ്പ് വേണമെന്ന് പറഞ്ഞിട്ട് നടന്നാൽ അത് നടക്കുന്ന കാര്യമില്ല. ഇതിൻ്റെ ഒരു ഈ പറഞ്ഞ മോദി പറയുന്ന പല കാര്യങ്ങളും നടക്കുന്നത് പോലെ കോൺഗ്രസ് മുക്ത ഭാരതം മോദി നടപ്പാക്കിയേ അദ്ദേഹം ഒഴിയുമ്പോൾ അതും സഫലമാവുമെന്ന് എനിക്ക് തോന്നുന്നതാണ്. എൻ്റെ പോക്ക് അങ്ങനെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.